ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിതരെ, പലരൂപത ഇവാഞ്ചലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കുന്ന അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള കർമ്മ പദ്ധതികളും ചിന്തകളുമൊക്കെ പങ്കുവയ്ക്കുകയാണ് ഈ എപ്പിസോഡുകളിലൂടെയെല്ലാം. നമ്മൾ ഇവാഞ്ചലൈസേഷൻ എന്ന ആ ഒരു വിഷയത്തിൽ സദ്വാർത്തയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പങ്കുവച്ചത്. അതായത് ഏറ്റവും വലിയ സദ്വാർത്ത എന്ന് പറയുന്നത് മനുഷ്യന് ഒരു സൃഷ്ടാവുണ്ട്, ഒരു പരിപാലകനുണ്ട്, ഒരു രക്ഷകനുണ്ട് എന്നുള്ള ആ തിരിച്ചറിവാണ്. നമുക്ക് സന്തോഷം നൽകുന്ന ഏത് അറിവും ഏത് വാർത്തയും സദ്വാർത്തയാണ്. എന്നാൽ ദൈവം ഉണ്ട്, ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഏറ്റവും വലിയ സദ്വാർത്തയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ദൈവമുണ്ട് എന്നും ദൈവമില്ല എന്നും പറയുന്ന ഒരു ലോകത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ പ്രസക്തമാണ്. ആരാണ് ദൈവം, എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അല്പമായിട്ട് ചിന്തിച്ചു. ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരു 6 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. തന്നാൽ താനായിരിക്കുന്നു, അനാദിയായിരിക്കുന്നു, അശരീരിയായിരിക്കുന്നു, സർവ്വനന്മ സ്വരൂപിയായിരിക്കുന്നു, എങ്ങും വ്യാപിച്ചിരിക്കുന്നു, സകലത്തിൻ്റെയും ആദി കാരണമായിരിക്കുന്നു. നമ്മൾ വിശദീകരിച്ച വിഷയമാണ്, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ക്ലാസ്സിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കും, സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അവന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി എന്ന് നമ്മൾ ധ്യാനിച്ച കാര്യമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി പാപത്തിൽ നിബന്ധിച്ച മനുഷ്യന് നാശത്തിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ടപ്പോൾ വീണ്ടും അവനെ തിരികെ എടുക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു വാത്സല്യം ബൈബിളിൽ അത് ആദ്യന്തം പ്രകടമാണ്. അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അപ്പം അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ജീവന് ചേർന്ന വില കൊടുത്ത് അവനെ വീണ്ടെടുക്കാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയക്കുന്നതാണ് ഈ സദ്വാർത്തയുടെ ഒരു 2ാം ഘട്ടം എന്ന് പറയുന്നത്. അതായത് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ്റെ ഈ രക്ഷകനെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ, ഈശോ മിശിഹായെക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ദൈവം തൻ്റെ അടുത്ത് നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു വ്യക്തിയെ അയക്കുന്നുണ്ടെങ്കിൽ, ആരുമാകട്ടെ അയക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. 2 രീതിയാണ് അദ്ദേഹം പറയുന്നത്. ബൈ റീസൺ, കാര്യകാരണം സഹിതം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ആണല്ലോ അതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് ഹിസ്റ്ററി, ചരിത്രം എന്നാണ് ഈ വ്യക്തിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത് എന്നതാണ്. അപ്പം അങ്ങനെ അനേകം ആളുകൾ ദൈവത്തിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിച്ച കാര്യമാണ്. പക്ഷേ അവർ ദൈവത്തിൽ നിന്നാണോ വന്നത് എന്നതിന് തെളിവുകൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു എന്നൊരു വ്യക്തി വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിൽ നിന്നാകണമെന്നില്ല. ദൈവത്തിൽ നിന്നൊരാളിനെ ദൈവം അയക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. വരാനിരിക്കുന്നവനെക്കുറിച്ച് ദൈവം മുൻകൂട്ടി അറിയിക്കും. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അവൻ്റെ കർമ്മ പദ്ധതി, അവനെങ്ങനെയാണ്, എവിടെയാണ് ജനിക്കുന്നത്, എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് മരിക്കുന്നത്, എന്താണ് അവൻ്റെ മരണം മൂലം സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രീ അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചരിത്രത്തിൽ പ്രീ അനൗൺസ് ചെയ്യപ്പെട്ട് കടന്നു വന്ന ഏക വ്യക്തി ഈശോ മിശിഹായാണ്. ബൈബിളിൽ പഴയ നിയമത്തിലുടനീളം വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുകയാണ്. എവിടെ ജനിക്കും, എന്താണ് അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, എങ്ങനെ മരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്നത് പഴയ നിയമത്തിലാണ്. പ്രത്യേകിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെല്ലാം ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ പ്രീ അനൗൺസ്ഡ് ആയിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ ജീവിതത്തിൽ മാത്രം സംഭവിച്ചതാണ്. ഈശോ മിശിഹ പ്രീ അനൗൺസ് ചെയ്യപ്പെട്ടിരുന്നു. പ്രവാചകന്മാരിൽ
വളരെ കൃത്യമായിട്ട് വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ചുള്ള അറിയിപ്പ് ലോകത്തിന് നൽകി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ. ഇത് ബൈബിളിലെ ഭാഷ്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത് മറ്റൊരു ചിന്തയാണ്. അതായത് ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ മതഗ്രന്ഥമാണല്ലോ വേദങ്ങളെന്ന് പറയുന്നത്. ഞാൻ വേദങ്ങളിലൊന്നും ഞാൻ വെൽ വേഴ്സ്ഡ് അല്ല, ഞാനതിൽ പാണ്ഡിത്യമുള്ള ആളുമല്ല. പക്ഷേ വേദങ്ങളിൽ പാണ്ഡിത്യമുള്ള ഒരു അരവിന്ദ മേനോൻ സാറിൻ്റെ വാക്കുകൾ, അദ്ദേഹം 4 വേദങ്ങളിൽ പ്രത്യേകിച്ച് ഋഗ്വേദത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഈ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും ഒക്കെ വേണ്ട വിധത്തിൽ പഠിച്ചിട്ട് ഋഗ്വേദത്തിൽ വരാനിരിക്കുന്ന ഒരു രക്ഷകനെക്കുറിച്ച്, ഒരു പ്രജാപതിയെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകൾക്ക് യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പുള്ള പരാമർശം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ഏക ദൈവം, ഒരേ ഒരു ദൈവം. ഋഗ്വേദത്തിലെ 10 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 10 മണ്ഡലങ്ങളിൽ 1 മുതൽ 9 വരെയുള്ള മണ്ഡലങ്ങളിൽ നിരവധി സന്ദർഭങ്ങളിൽ ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, എന്തിന്, എങ്ങനെ ദൈവത്തെ ആരാധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഋഗ്വേദത്തിൽ പറയപ്പെടുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: താതപുത്ര ആത്മ സംയുക്തം ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാക്കുകളല്ല, ഞാനതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ആളല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താണ് പറയുക. താതപുത്ര ആത്മ സംയുക്തം ദൈവം, ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള നിർവചനം. പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും സൃഷ്ടാവായ പിതാവായ ദൈവത്തിൻ്റെ പിതൃത്വം എന്ന ഭാവമാണ് ഒന്നാമത്തെ അംശം. ബ്രഹ്മാണ്ഡമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ച അനന്തമായ ശക്തി, അത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്, ആത്മാവാണ്, പരമാത്മാവ്. പരമാത്മാവിൽ നിന്ന് 3ാമത്തെ അംശമായ പുത്രൻ ജനിക്കുന്നു, ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ പ്രജാപതി എന്ന ദൈവപുത്രൻ. അദ്ദേഹം യഥാസമയം ഭൂമിയിൽ വരും. ഇഹലോകത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾ വർദ്ധിച്ച് മനുഷ്യന് സ്വന്തമായി പാപമോചനം നേടാൻ സാധ്യമല്ല എന്ന ഘട്ടമെത്തുമ്പോൾ അരൂപിയായ പുത്രൻ തനിക്ക് യോഗ്യമായ ഒരു ശരീരം നൽകണമെന്ന് പിതാവിനോട് അപേക്ഷിക്കുന്നു. പിതാവ് ഈ അപേക്ഷ സ്വീകരിച്ച് തൻ്റെ ജ്ഞാനത്തെ കന്യകയായി ജനിപ്പിച്ച് അവളിൽ പുത്രനെ ജനിപ്പിക്കുന്നു. ഇത് പ്രീ അനൗൺസ്മെൻ്റാണ്, വരാനിരിക്കുന്ന പ്രജാപതിയെക്കുറിച്ചുള്ള പ്രീ അനൗൺസ്മെൻ്റാണ്. അതുകൊണ്ടാണ് ഞാനിത് വായിക്കുക. പ്രജാപതി ഇഹലോകത്തിൽ സഞ്ചരിച്ച് മനുഷ്യകുലത്തിന് സാരോപദേശങ്ങൾ നൽകുന്നു. എന്താണ് പാപം, എന്താണ് പുണ്യം, എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നു. മനുഷ്യനെ വീണ്ടെടുക്കാൻ പ്രജാപതി സ്വയം യാഗമായി തീരുന്നു, ബലിയായി തീരുന്നു. ഋഗ്വേദത്തിൻ്റെ 10ാം മണ്ഡലം 90ാം സൂക്തം 7ാം മന്ത്രം പറയുന്നത് എപ്രകാരമാണ് ബലിയായി തീരുന്നതെന്നാണ്. ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണിൽ ചേർത്ത് കരചരണങ്ങൾ ഇരുമ്പാണികളിൽ കൊണ്ട് ബന്ധിച്ച് രക്തം വാർന്ന് മരിച്ച് 3ാം ദിനം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നു ദൈവപുത്രനായ പ്രജാപതി. ഋഗ്വേദത്തിൽ ദൈവപുത്രൻ്റെ ലക്ഷണം പറയുന്നത് ഇങ്ങനെയാണ്: രൂപത്തിൽ മനുഷ്യനും സ്വഭാവത്തിൽ ദൈവവുമായിരിക്കും. വീണ്ടും പ്രജാപതി മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് ബലിയായി തീർന്ന് മരിക്കും. പക്ഷേ ദൈവപുത്രനായതുകൊണ്ട് മരണമില്ലാത്തവനാണ്, അമരനാണ്. അതുകൊണ്ട് യാഗശേഷം വീണ്ടും ജീവനെ പ്രാപിക്കും. യാഗസമയത്ത് മനുഷ്യപുത്രൻ്റെ ശിരസിൽ മുള്ളുള്ള കാട്ടുവള്ളികൾ കൊണ്ട് മെനഞ്ഞ ഒരു കിരീടം ധരിപ്പിക്കണം. വീണ്ടും കൈകാലുകൾ ഇരുമ്പാണികൾ അടിച്ച് യൂപത്തിൽ ബന്ധിക്കണം. ഇവെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണ്. വീണ്ടും അപ്രകാരം ബന്ധിക്കുമ്പോൾ ബലിപുരുഷൻ്റെ അസ്ഥികൾ തകർന്നു പോകാൻ പാടില്ല. വീണ്ടും മരണത്തിന് മുമ്പ് ബലിപുരുഷന് സോമരസം, പുളിച്ച മദ്യം കുടിക്കാൻ കൊടുക്കണം. വീണ്ടും മരണശേഷം അവനെ പുതപ്പിച്ച കച്ച ഹോതാക്കൾ, അതായത് പൂജാരികൾ പങ്കിട്ടെടുക്കണം. മരണശേഷം ബലിപുരുഷൻ്റെ മാംസം ഭക്ഷിക്കപ്പെടണം.
മരണശേഷം ബലിപുരുഷൻ്റെ രക്തം പാനം ചെയ്യപ്പെടണം. ഇതാണ് വരാനിരിക്കുന്ന പ്രജാപതിയെക്കുറിച്ചുള്ള ഋഗ്വേദത്തിലെ പ്രീ അനൗൺസ്മെൻറ്റ്. ഈ 7 യാഗവിധികളും ഹൈന്ദവ മതഗ്രന്ഥമായ ഗാന്ധർവ ബ്രാഹ്മണത്തിൽ പറയുന്ന 7 യാഗവിധികളും നസ്രായനായ യേശുവിൻ്റെ കുരിശുമരണത്തിൽ പാലിക്കപ്പെട്ടുവെന്ന്, അതുകൊണ്ട് തന്നെ ആ മരണം ഒരു വധശിക്ഷയല്ല, അത് യഥാർത്ഥ യാഗമാണ്, ബലിയാണ് എന്നും അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഞാനിത് എന്തെങ്കിലും ഒരു മതപരമായിട്ടുള്ള ഒരു തർക്കത്തിനൊന്നും പറയുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ദൈവത്തിൽ നിന്ന് വരാനിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീരാൻ, യാഗമായി തീരാൻ വരുന്ന വ്യക്തിയെക്കുറിച്ച് ബൈബിളിലെ പരാമർശം ഇത് തന്നെയാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ 53 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇത് തന്നെയാണ് വായിക്കുക. അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആയിരിക്കാം എഴുതപ്പെട്ട വേദങ്ങളിലും വരാനിരിക്കുന്ന ഒരു യാഗപുരുഷനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുന്ന പ്രജാപതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ ഇത് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റീസൺ കൊണ്ട് ദൈവത്തിൽ നിന്ന് വന്ന ഒരാളിനെ അന്വേഷിക്കുന്നതിൽ യേശു ക്രിസ്തു ബൈ റീസൺ അല്ലെങ്കിൽ ബൈ പ്രീ അനൗൺസ്മെൻറ്റ് താൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന് തെളിയിക്കുകയാണ്. ഈ ഒരു സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ മറ്റ് തുടർന്നുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കുമ്പോൾ നമുക്കത് വിശകലനം ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ല ദിവസവും ദൈവാനുഗ്രഹവും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.